ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും. വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം. സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, കർത്താവിൻ്റെ വചനത്തിന് മുമ്പിലിരിക്കുമ്പോൾ പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ. കർത്താവിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങൾ ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളറിയാത്ത ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ചില പ്രതിസന്ധികൾ, ആ പ്രതിസന്ധികൾ ഞങ്ങളെ അലട്ടുന്ന സമയത്ത് ഈ വചനത്തിൻ്റെ ശക്തിയാൽ അവയെ മറികടക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് കുടുംബത്തോട് ചേർന്ന് തീക്ഷ്ണമായി പ്രാർത്ഥിക്കുക. ജീവിതത്തിൻ്റെ എന്ത് ഭാരമാണോ ദൈവകരങ്ങളിൽ വചനം കേൾക്കുന്ന സമയത്ത് തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുക, സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മുംബൈ താബോർ ധ്യാന കേന്ദ്രത്തിൽ നിന്നും നിങ്ങളെ ഓരോരുത്തരെയും സർവശക്തനായ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മനോഹരമായ ഒരു രംഗം നമ്മൾ കാണുന്നുണ്ട്. പത്രോസും യോഹന്നാനും കൂടെ ഈശോയുടെ മരണശേഷം കല്ലറയിലേക്ക് ഓടുകയാണ്. കല്ലറയിലെത്തിയപ്പോൾ അവർ ധാരാളം അത്ഭുതങ്ങൾ കണ്ടു. ഒന്നിനു പുറകെ ഒന്നും മറ്റൊന്നായിട്ട് പല അത്ഭുതങ്ങൾ. അവർ കാണുന്ന അത്ഭുതങ്ങൾ ഇങ്ങനെയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അത്ഭുതം. കല്ലറയിൽ നിന്ന് കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നു. ആരാണ് ഈ കല്ലെടുത്ത് മാറ്റിയത്? ഒന്നും മനസ്സിലാകണില്ല. വലിയൊരു അത്ഭുതമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അത്. രണ്ടാമത്തെ കാര്യം, യേശുവിൻ്റെ മരണശേഷം ദുർഗന്ധം വമിക്കുന്ന ചീഞ്ഞളിഞ്ഞ ശരീരം അവർക്ക് അവിടെ കാണാൻ സാധിക്കുന്നില്ല. ഇത് വലിയൊരു അത്ഭുതമാണ്. ഈ ശരീരം എവിടെ പോയി? മൂന്നാമത്തെ കാര്യം, ഈ ശരീരം ഇവിടുന്ന് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ തന്നെ അവിടെ ഒരു ദുർഗന്ധം ഉണ്ടാകണമെന്നാണ്. ദുർഗന്ധവും അവിടെ കാണുന്നില്ല. അടുത്ത അത്ഭുതം അവർ കാണുന്നത്, അവിടെ കച്ച കിടക്കുന്നു. തലയിൽ കെട്ടിയിരിക്കുന്ന തൂവാല തനിച്ച് ഒരിടത്ത് ഭംഗിയായി ചുരുട്ടി വെച്ചിരിക്കുന്നു. എന്തൊക്കെ അത്ഭുതങ്ങളാണ് കാണുന്നത്! ആരാണിത് ചെയ്തത്? ഈ സമയത്ത് ഇത് ചെയ്യാൻ ആർക്കാണ് ധൈര്യം? ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഒരുപാട് അത്ഭുതങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, കർത്താവിൻ്റെ വചനത്തിന് മുമ്പിലിരിക്കുമ്പോൾ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്: കാണേണ്ട അത്ഭുതം മാത്രം അവർ കണ്ടില്ല, ബാക്കി എല്ലാ അത്ഭുതങ്ങളും അവർ കണ്ടു. കർത്താവായ യേശുവിനെ, ഉദ്ധിതനായ കർത്താവിനെ മാത്രം അവരവിടെ കണ്ടില്ല, ബാക്കി എല്ലാവരെയും കണ്ടു. ജീവിതത്തിൽ അത്ഭുതങ്ങൾക്ക് ഒരു പഞ്ഞവുമില്ല. ഇന്ന് നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ അയൽവാസികൾക്ക്, നമ്മുടെ ഇടവകകളിൽ, നമ്മൾ ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലങ്ങളിൽ, നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ പല ആളുകൾ വന്ന് പലതരത്തിലുള്ള അത്ഭുതങ്ങൾ വിവരിക്കുകയാണ്. അത് ചെയ്തു, ഇത് ചെയ്തു. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ മാത്രം ഈ ഉദ്ധിതനായ കർത്താവിനെ എന്തുകൊണ്ട് കാണാൻ സാധിക്കുന്നില്ല? ഇനി കാണാൻ സാധിച്ചാൽ, കർത്താവിൻ്റെ വചനത്തിൻ്റെ അഭിഷേകം നമ്മിൽ നിറഞ്ഞാൽ നമുക്ക് എന്ത് മാറ്റമാണ് ഉണ്ടാവുക എന്ന് ഈ ഒരു വചനഭാഗത്തിലൂടെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആഴത്തോടെ ഇപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്: എൻ്റെ ജീവിതത്തിലും കല്ലറകളുണ്ട്, എൻ്റെ ജീവിതത്തിലും അസാധ്യതകളുണ്ട്, എൻ്റെ ജീവിതത്തിലും തകർച്ചകളുണ്ട്. അങ്ങനെയെങ്കിൽ ഈ തകർച്ചകളുടെ ഇടയിൽ മറ്റൊരത്ഭുതവും എനിക്ക് കാണേണ്ട എൻ്റെ അത്ഭുതം ഉദ്ധിതനായ കർത്താവിനെ, ജയിച്ച കർത്താവിനെ എനിക്ക് കാണണമെന്ന് നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ വചനം എനിക്ക് ആ കല്ലറയിൽ നിന്ന് കേൾക്കണമെന്ന് തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കണം. ഒരുപാട് കുടുംബങ്ങൾ മാറും പ്രിയപ്പെട്ടവരെ, ഒരുപാട് ജീവിതങ്ങൾ മാറും, ഒരുപാട് ബന്ധങ്ങളിൽ അഭിഷേകം നിറയും. എൻ്റെ അസാധ്യതയുടെ ഈ സമയത്ത്, എൻ്റെ ബുദ്ധിമുട്ടിൻ്റെ ഈ സമയത്ത്, ദുർഗന്ധം വമിക്കുന്ന ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ എൻ്റെ കർത്താവ് ഉദ്ധിതനായി എന്ന മഹാത്ഭുതം ഞാൻ കാണും. ആ കർത്താവ് പറയുന്ന കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കുമെന്ന് ഇപ്പോൾ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ സഹോദരനും സഹോദരിയും വളരെ തീക്ഷ്ണമായിട്ട് വിശ്വസിക്കട്ടെ, ആഴത്തിൽ പ്രാർത്ഥിക്കട്ടെ. ഉദ്ധിതനായ കർത്താവെ, എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യം ഇതാണ്. നമ്മുടെ ജീവിതത്തിലെ വളരെ നിർണായക സമയത്ത് യേശുവിൻ്റെ സാന്നിധ്യം നമ്മൾ അറിയുക, അനുസ്മരിക്കുക. രണ്ടാമത്തെ കാര്യം ഇതാണ്: അവൻ പറഞ്ഞ വചനം ഓർക്കുക. രണ്ട് കാര്യങ്ങളാണ് ശിഷ്യന്മാർക്ക് തെറ്റുപറ്റിയത്. ജീവിതത്തിലെ വളരെ പ്രതിസന്ധിയിലൂടെ ഇവർ കടന്നു പോവുകയാണ്. കർത്താവ് മരിച്ചു, എല്ലാവരും തിരസ്കരിക്കപ്പെട്ടു. അവരൊരു ചെറിയൊരു പ്രതീക്ഷയോടുകൂടി ഓടിച്ചെന്നപ്പോൾ അവരത് കണ്ടില്ല. ഒരു ചെറിയ പ്രതീക്ഷയോടുകൂടി അവസാനത്തെ പിടിവള്ളി എന്നതുപോലെ നിങ്ങളും ജീവിത സാഹചര്യത്തിൽ ചിലപ്പോൾ ഓടാറില്ലേ പ്രിയപ്പെട്ടവരെ?
ചിലപ്പോൾ ഓടി ഓടി ഇന്നെങ്കിലും എനിക്കൊരു ആ കാര്യം നടന്നു കിട്ടും, ഇന്ന് എനിക്ക് ആ ജോലി കിട്ടും, ഇന്ന് ആരെങ്കിലും സഹായിച്ചിട്ട് ആ സാമ്പത്തിക മേഖല ഒന്ന് ശരിയായി കിട്ടും. അവസാനത്തെ ഓട്ടമെന്നോണം എത്രത്തോളം നമ്മൾ ഓടിക്കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, അവസാനത്തെ ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് ഏറ്റവും അവസാനം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഉദ്ധിതനായ കർത്താവ് അവിടെ നിൽക്കുന്നുണ്ട്. അവിടെ ചെന്ന് കർത്താവിൻ്റെ വചനം നമ്മൾ ഓർക്കണം. ഇവർക്ക് തെറ്റുപറ്റിയത് എവിടെയാണെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ പറയുന്നു. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു എന്ന തിരുവെഴുത്ത് അതുവരെ അവർ മനസ്സിലാക്കിയിരുന്നില്ല. പല സാഹചര്യങ്ങൾ അവർ മനസ്സിലാക്കി, പല വ്യക്തിബന്ധങ്ങൾ മനസ്സിലാക്കി. ആ ഓട്ടത്തിനിടയ്ക്ക് നല്ലൊരു വ്യക്തിബന്ധം ഉണ്ടായിരുന്നു, യോഹന്നാനും പത്രോസും. അത് ആ വ്യക്തിബന്ധത്തിൻ്റെ കൂടെ ഓടി. പക്ഷേ കർത്താവ് എവിടെ? ഈശോ എവിടെ? ലക്ഷ്യമല്ല പ്രാധാന്യം, ഈശോയാണ് പ്രാധാന്യം. കല്ലറകൾക്ക് അപ്പുറത്ത് നിൽക്കുന്ന യേശുവാണ് പ്രാധാന്യം. കല്ലറയിലെ അത്ഭുതങ്ങളല്ല, കല്ലറയുടെ അപ്പുറത്ത് നിൽക്കുന്ന യേശുവാണ് പ്രാധാന്യം. യേശു പറഞ്ഞ പഴയ കാര്യങ്ങളാണ് പ്രധാനം. ആ കാര്യങ്ങൾ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ, യേശുവിനെ കൺമുന്നിൽ കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ കുടുംബങ്ങളിൽ സമാധാനവും കുടുംബങ്ങളിൽ സന്തോഷവും വലിയ അഭിവൃദ്ധിയും നിറയുമെന്നത് നിസ്തർക്കമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, കൃപയുടെ പൂർത്തീകരണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ ജീവിത സാഹചര്യങ്ങളിലും നിറവേറപ്പെടേണ്ട ഒരു വചനമുണ്ട്. എല്ലാ ജീവിത സാഹചര്യങ്ങളിലും മനസ്സിലാക്കേണ്ട ഒരു സാന്നിധ്യമുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും, ഏത് ജീവിത സാഹചര്യങ്ങളായിക്കോട്ടെ, മനസ്സിലാക്കേണ്ട ഒരു സാന്നിധ്യം, നമ്മൾ അറിയാതെ പോകുന്ന ഒരു സാന്നിധ്യം. രണ്ട്, നമ്മൾ അറിയാണ്ട് പോകുന്ന കർത്താവ് പറഞ്ഞു വെച്ച വചനം. ഇത് രണ്ടും നിറവേറപ്പെടണം. സാന്നിധ്യം മനസ്സിലാക്കുക, കർത്താവിൻ്റെ വചനം നിറവേറപ്പെടുക. ഇങ്ങനെയായി കഴിഞ്ഞാൽ കർത്താവ് നിങ്ങളുടെ മുമ്പിലുള്ള എല്ലാ കോട്ടകളെയും എടുത്തു മാറ്റിക്കൊള്ളും. ഏത് കല്ലറകളുടെ മുമ്പിലും നിങ്ങൾക്ക് ചിരിക്കാൻ സാധിക്കും. ദൈവം പറഞ്ഞല്ലോ, ഈശോ പറഞ്ഞല്ലോ, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറുമെന്ന്. എന്താണ് ഇതിനർത്ഥം? കല്ലറയിലെ ദുഃഖം സന്തോഷമായിട്ട് മാറും. കല്ലറയിലെ ദുഃഖം പറുദീസായിലെ സന്തോഷമായിട്ട് മാറും. നമ്മൾ ഇതേ ഒരു സംഭവം വേറൊരു രീതിയിൽ നമ്മൾ കാണാൻ പോകുന്നത് എമ്മാവൂസിലെ ശിഷ്യന്മാരുടെ കാര്യത്തിലാണ്. ഇവർ രണ്ട് പേര് നോക്കി, അവിടെയുണ്ട് രണ്ട് ശിഷ്യന്മാർ, ഇവിടെയുണ്ട് രണ്ട് ശിഷ്യന്മാർ. വ്യക്തിബന്ധങ്ങൾക്ക് ഒരു കുറവുമില്ല. നമുക്ക് ഏത് സാഹചര്യങ്ങളിലും ചില വ്യക്തിബന്ധങ്ങളൊക്കെ ഇങ്ങനെ മുറുകെ പിടിക്കുന്ന വ്യക്തിബന്ധങ്ങളുണ്ട്. ഈ രണ്ട് ശിഷ്യന്മാർക്കും വ്യക്തിബന്ധങ്ങൾക്ക് കുറവില്ല. അവർക്ക് ചെറിയൊരു തർക്കമുണ്ട്, ചെറിയൊരു ദുഃഖമുണ്ട്. എന്നാൽ പോലും അവർ ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ്. അവർ മനസ്സിലാകാതെ പോയത്, ദുഃഖം തളം കെട്ടി നിൽക്കുന്ന സമയത്ത്, തർക്കം നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിൽ കർത്താവ് അവരുടെ കൂടെ നടന്നത് അത് മാത്രം അവരറിഞ്ഞില്ല. കർത്താവിനോട് സംസാരിച്ചപ്പോൾ പോലും കർത്താവിനെ അവരറിഞ്ഞില്ല. കുടുംബത്തിൽ ഇങ്ങനെ തളം കെട്ടി നിൽക്കുന്ന ദുഃഖങ്ങൾ ഉണ്ടാകാം, തർക്കങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരുന്നുണ്ടാകാം, പ്രതിസന്ധികളുടെ നിഴലുകൾ ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാക്കേണ്ട കാര്യം, കർത്താവ് തർക്കത്തിൻ്റെ ഇടയിൽ നിൽക്കുന്നുണ്ട്. നമ്മളൊന്ന് ശാന്തമാവാനും കർത്താവിനെ ഒന്ന് നോക്കാനും ശ്രമിച്ചാൽ അവിടെ അത്ഭുതങ്ങൾ നടക്കും. അവർ കുറച്ച് കഴിഞ്ഞിട്ട് പറയുന്നൊരു വചനമുണ്ടല്ലോ, അവൻ തിരുവെഴുത്ത്, അവൻ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ. നോക്കിയ വചനത്തിൻ്റെ ശക്തി. കർത്താവിൻ്റെ വചനവും കർത്താവിൻ്റെ സാന്നിധ്യവും എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, അവർ രണ്ടും പറയാം, നമുക്കൊരു തെറ്റുപറ്റി. എന്താണ്? അന്നേരപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചു. വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ, കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കയറിയപ്പോൾ നമ്മുടെ ഹൃദയത്തിന് എന്തോ സംഭവിച്ചു, ഒരു ശക്തി നമുക്ക് കിട്ടി. നമുക്ക് അന്നേരപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ. ഒരു കൂട്ടുകാരൻ വേറൊരു കൂട്ടുകാരനോട് പറയുക. പ്രിയപ്പെട്ട കുടുംബത്തിൽ ഇന്ന് നിങ്ങളായിരിക്കുമ്പോൾ നമ്മുടെ വിഷമതകളും ദുഃഖങ്ങളും ഓർത്ത് പരിതപിക്കാതെ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് എല്ലാം സമർപ്പിച്ച് പറയണം, എൻ്റെ കർത്താവേ, ഈ വേദനയിൽ നീ ഉണ്ട്. കർത്താവേ, നിന്റെ വചനം ഞാൻ ഓർക്കുന്നു. ഈ വചനം എൻ്റെ ജീവിതത്തിൽ നിറവേറപ്പെടണം എന്ന് തീക്ഷ്ണതയോടെ വിശ്വാസത്തോടെ വചനം കേൾക്കുന്ന ഓരോ മക്കളും ഇന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യവും കർത്താവിൻ്റെ വചനവും ഒരിക്കലും ഒരു മനുഷ്യനെയും വിട്ടുപിരിയില്ല. എന്നും നമ്മുടെ കൂടെയുണ്ട് കർത്താവിൻ്റെ സാന്നിധ്യം, കർത്താവ് പറഞ്ഞ വചനം. ഇതിനെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. വളരെ ആഴത്തിൽ ഗൗരവത്തോടെ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇസ്രായേൽ ജനം ജെറീക്കോ കോട്ടകൾ കണ്ടപ്പോൾ അവർ പേടിച്ചു വിറച്ചു. ഈ കോട്ട കണ്ട് പേടിച്ച് വിറച്ച് അസ്വസ്ഥരായിരിക്കുന്ന ജെറീക്കോ ആ സ്ഥലത്തെ ചുറ്റിപ്പറ്റി ഒരുപാട് കഥകൾ അവർ കേട്ടിട്ടുണ്ട്. ഇതിന് ഉള്ളിലിരിക്കുന്ന ആളുകൾ ശക്തന്മാരാണ്, ഈ കോട്ട ഒരിക്കലും തകർക്കാൻ പറ്റില്ല, അസാധ്യതകളെ കുറിച്ച് മാത്രം കേട്ട ജനം. പക്ഷേ നാട്ടുകാർ പറയണ കാര്യങ്ങൾ, പല ആളുകൾ പറയണ കാര്യങ്ങൾ, ഇതെല്ലാം വചനങ്ങളായിട്ട് ഇവരുടെ മനസ്സിലുണ്ട്. പക്ഷേ ഇവർ പറഞ്ഞ കാര്യം എന്താണ്? ദൈവം പറഞ്ഞ കാര്യം അവർ ഓർത്തു. ദൈവം പറഞ്ഞ കാര്യം ഓർത്തു. ജോഷുവയോട് പണ്ട് പറഞ്ഞ എന്താണ്? ജോഷുവ, നിനക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യും. ദൈവം പറഞ്ഞ വചനമാണത്. കർത്താവിൻ്റെ അടുത്ത വചനം എന്താണ് പറഞ്ഞത്? നിങ്ങൾ അവിടെ പോവുക, കാഹളം മുഴക്കുക, 7 പ്രാവശ്യം വലം വയ്ക്കുക. ഇതൊന്നും അർത്ഥമില്ലെന്ന് അവരുടെ ഇടയിൽ തന്നെ ചിലരൊക്കെ ചിന്തിച്ചു കാണും. പക്ഷേ അർത്ഥമുണ്ടെന്നും ഇതിന് ആഴമുണ്ടെന്നും ഇത് നടപ്പാകുമെന്നും
കർത്താവ് ഞങ്ങളുടെ മധ്യത്തിലുണ്ടെന്നും വിശ്വസിച്ച ഒരു ജനം പ്രിയപ്പെട്ടവർ 7 പ്രാവശ്യം വലം വെച്ചപ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യവും കർത്താവിൻ്റെ വചനവുമാണ് അവിടെ പ്രവർത്തിച്ചത്. ചിന്തിക്കേണ്ട കാര്യം, നമ്മുടെ മുമ്പിലുള്ള കോട്ടകളെ നോക്കി ആര് പറയുന്ന വചനങ്ങൾ നമ്മൾ സ്വീകരിക്കരുത്. നമ്മുടെ മുമ്പിലുള്ള തടസ്സങ്ങളെയും പർവ്വതങ്ങളെയും നോക്കി മറ്റുള്ള ആളുകൾ പറയുന്ന വചനം നമ്മൾ ഒരിക്കലും സ്വീകരിക്കരുത്. നീ വിശ്വാസിയാണെങ്കിൽ ബൈബിൾ തുറന്ന് നിന്റെ ആ കോട്ടയ്ക്ക് മുമ്പിൽ പൂർത്തിയാകപ്പെടേണ്ട ഒരു വചനമുണ്ടെന്ന് വിശ്വസിക്കുക. ആ വചനം കർത്താവ് നടപ്പാക്കുമെന്ന് വിശ്വസിക്കുക. എന്നിട്ട് പറയുന്ന ഒരു കാര്യം, ഹെബ്രായർ ലേഖനം 11-ാം അധ്യായം 30-ാം തിരുവചനം ശ്രദ്ധിച്ച് അഭിഷേകത്തോടെ പല പ്രാവശ്യം വായിക്കണം. ഇന്ന് സഹോദര സഹോദരി കേൾക്കുക. വിശ്വാസത്തോടെ ഇസ്രായേൽ ജനം ജെറിക്കോയുടെ കോട്ടകൾക്ക് 7 ദിവസം വലതു വെച്ചപ്പോൾ അവ ഇടിഞ്ഞു വീണു. നോക്കുക, കർത്താവിൻ്റെ വചനം കേട്ട് അന്നത്തെ ആ സമയത്ത് ഹൃദയം ജ്വലിച്ച് അത് ചെയ്യാനുള്ള തീഷ്ണതയോടുകൂടി അവർ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ മുമ്പിൽ നടന്നത് കർത്താവാണ്. ജോഷുവയോടെന്ന് പറഞ്ഞത്, ജോഷുവ നിനക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യും. ദൈവമാണ് മുന്നിൽ നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ജീവിത സാഹചര്യങ്ങൾ കോട്ടകൾ വരുമ്പോൾ നമ്മൾ മുന്നിൽ നടക്കരുത്. മുന്നിൽ ദൈവത്തെ നിർത്തിയിട്ട് വേണം നമ്മൾ യുദ്ധം ചെയ്യാൻ. അതുകൊണ്ടാണ് യോശുവ പറഞ്ഞത്, നിങ്ങൾ ചഞ്ചലചിത്തരാവരുത്, മനസ്സിടിയുകയും വരുത്. ദൈവം കർത്താവായ യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ശാന്തരായിട്ട് ഇരിക്കേണ്ട ചില സമയം ജീവിതത്തിലുണ്ട്. പ്രകോപനങ്ങളുള്ള സാഹചര്യങ്ങൾ, മറ്റുള്ളവരുടെ വാക്കുകളൊക്കെയുള്ള സമയത്ത് അതിൽ മയങ്ങാതെ, അതിൽ ദുഃഖിക്കാതെ, കോട്ടകൾ കണ്ട് പേടിക്കാതെ ചിന്തിച്ചുകൊള്ളുക. ഏത് സാഹചര്യത്തിലും യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്, യേശുവിൻ്റെ വചനമുണ്ട്. മറ്റുള്ളവർ പറഞ്ഞത് കേൾക്കാതെ ഒരു ഗ്രൂപ്പ് ആൾക്കാർ വിശ്വാസത്തോടെ 7 പ്രാവശ്യം വലം വെച്ചപ്പോൾ ഇതാ അസാധ്യമെന്ന് കരുതിയ ജെറിക്കോ കോട്ട തകർന്ന് താഴെ വീഴുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് വലിയൊരു ബോധ്യമാണ്. പല കോട്ടകളും പല അസാധ്യതകളും തകർന്നു വീഴട്ടെ. കർത്താവിൻ്റെ ശക്തിയിലും കർത്താവിൻ്റെ വചനത്തിലും നമ്മൾ വിശ്വസിക്കുക. ചില സമയത്തൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്, ചില ആളുകളെ കണ്ടിട്ടുണ്ട്. ഇവർ ചെയ്യുന്നൊരു കാര്യം ഇങ്ങനെയാണ്. ജീവിതത്തിൽ ചില നിർണായക തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത്, ചില ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇവർ പള്ളിയിൽ വന്ന് നിത്യാരാധന ചാപ്പലിൽ വന്നിട്ട് ഒരു 3 ദിവസം അടുപ്പിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഒരു കാര്യം ഏറ്റെടുക്കുന്നതിന് മുമ്പ് കർത്താവിനെ ആ വ്യക്തിയെ മുന്നിൽ കണ്ടു. എന്ത് ചെയ്തു? വചനം പറഞ്ഞ് പ്രാർത്ഥിക്കും. എന്തായിരുന്നു ആദ്യം അവർക്ക് പറ്റിയ അബദ്ധം? ശിഷ്യന്മാർക്ക് പറ്റിയ അബദ്ധം എന്താണ്? വചനം പറയുന്നു, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു എന്ന തിരുവെഴുത്ത് അവർ മനസ്സിലാക്കിയിരുന്നില്ല. ഈ വ്യക്തിക്ക് എന്താ പറ്റിയ ഗുണമെന്നറിയോ? ഈ വ്യക്തി മുൻപിൽ നടക്കാൻ പോകുന്ന അത്ഭുതത്തെ ആദ്യം തന്നെ കണ്ട്, യേശുവിനെ മുന്നിൽ കണ്ട് വചനം പറഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. ഓരോ കൊന്തയിൽ ഓരോ ജവമാല മണികളിലൂടെ വചനം പറഞ്ഞ് ഈ വ്യക്തികൾ പ്രാർത്ഥിക്കുക. എന്നിട്ട് പുതിയൊരു കാൽവെപ്പ് നടത്തുക. ചിലർ ഒരു വിവാഹാലോചനകൾക്ക് മുമ്പ് ഇവർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇവർ വന്നിട്ട് ഈശോയുടെ തിരുസന്നിധിയിൽ വന്നിരുന്നിട്ട് ഒരാഴ്ചക്കാലം ഇവരങ്ങോട്ട് പ്രാർത്ഥിക്കും. ഈശോയെ മുന്നിൽ കണ്ടു, കർത്താവിൻ്റെ വചനം പറഞ്ഞു. ബൈബിളിൽ ഓരോരോ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ഒരിക്കലും ഞാൻ കണ്ട ഒരു കാര്യം, ഒരു വ്യക്തി ഒരു ഫയലായിട്ടിങ്ങ് വന്നു. ഈ ഫയലിൽ ഓരോ പേജിലും ഒരു 10-20 വചനങ്ങൾ വീതം, ഒരു 200 വചനങ്ങൾ. ഈ വ്യക്തി ഓരോ ദിവസവും ഓരോ ഫയലും ഇങ്ങനെ മറിച്ച് വചനങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ആ വ്യക്തി പോയി 1 മാസക്കാലം കഴിഞ്ഞപ്പോൾ പറഞ്ഞ കാര്യം, ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന നന്മയോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു എന്നാണ്. ദൈവം ആ മനുഷ്യന് അത്രയും അനുയോജ്യമായ ഒരു ജീവിത പങ്കാളി നൽകി അനുഗ്രഹിച്ചു. കർത്താവിൻ്റെ സാന്നിധ്യവും കർത്താവിൻ്റെ വചനവും ഇല്ലാത്ത സ്ഥലങ്ങളില്ല. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും കർത്താവിനെ നമ്മൾ മുന്നിൽ കാണണം. കർത്താവിൻ്റെ വചനം നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. ചില വ്യക്തികളെക്കുറിച്ച് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഈ ചില വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ ചില നിരാശയുടെ കാര്യങ്ങൾ വരുമ്പോൾ, ആരോടും ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ ഇവർ വന്നിട്ട് ഈശോയുടെ തിരുസന്നിധിയിലിരിക്കും. ചിലപ്പോൾ ഒക്കെ മറ്റുള്ളവർ ചോദിക്കും, ഈ ഈശോയുടെ മുമ്പിൽ ഇരുന്നിട്ട് ആരോട് എന്ത് പറയാനാണ്? ഈ ഈശോയുടെ തിരുവോസ്തിയിലാണെന്നുണ്ടെങ്കിൽ ഈശോ ഒന്നും മിണ്ടുന്നുമില്ല, ഈശോ ഒന്നും പറയുന്നുമില്ല, അങ്ങനെ ഇരിക്കുകയാണ് ഈശോയോട് എന്ത് സംസാരിക്കാൻ? പ്രിയപ്പെട്ടവരെ, ഇതൊക്കെയാണ് പൈശാചികമായ ശക്തി ഒരു വ്യക്തിയുടെ ജീവിതത്തെ തകർക്കുന്ന മേഖലകളാണിത്. ആ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം പൈശാചികമായ ശക്തി അവരെ തകർക്കാൻ ശ്രമിച്ചത് ഇങ്ങനെയാണ്. ഈശോ മരിച്ചു, ഈശോ ഇനി സംസാരിക്കില്ല, ഈശോയെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാനില്ല, ഇങ്ങനെ കുറേ നെഗറ്റീവ് കാര്യങ്ങൾ പൈശാചിക ശക്തി ആ ശിഷ്യന്മാർക്ക് നൽകി കഴിഞ്ഞു. അതുകൊണ്ടാണ് അവർക്ക് ഈശോയെ മനസ്സിലാക്കാൻ സാധിക്കാത്തത്. നോക്കുക, ഇന്ന് ഈ വ്യക്തി എന്താണ്? നിരാശയിൽ കഴിയുമ്പോഴും ആ കർത്താവിന് മുമ്പിൽ പോയിരുന്നിട്ട് കർത്താവ് സംസാരിക്കും. ഇതൊരു റൊട്ടിയല്ല, ഇതൊരു അപ്പമല്ല, ഇതെൻ്റെ ഈശോയാണ് എന്ന് പറഞ്ഞ് കർത്താവ് സംസാരിക്കുന്നത് തീഷ്ണതയോടെ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണത്. അപ്പോൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഈശോയുടെ സാന്നിധ്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുക, വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക. തിരുവെഴുത്ത് അതുവരെ അവർ മനസ്സിലാക്കിയിരുന്നില്ല എന്നുള്ള മണ്ടത്തരം നമ്മൾ കാണിക്കാൻ പാടില്ല.
കർത്താവ് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? അത് പിന്നീടല്ല മനസ്സിലാക്കേണ്ടത്. കർത്താവിൻ്റെ വചനം ഏറ്റുപറഞ്ഞ് ഹൃദയം ജ്വലിക്കുന്ന ഒരു അഭിഷേകത്തിലേക്ക് കുടുംബത്തിലെ എല്ലാവരും വരാൻ സാധിക്കട്ടെ. വ്യക്തി ജീവിതത്തിൽ വലിയൊരു അഭിഷേകവും അനുഗ്രഹവുമായിട്ട് അത് മാറാൻ സാധിക്കട്ടെ. ഇവരൊക്കെ പറയുന്ന ഒരു കാര്യം, കർത്താവിൻ്റെ മുമ്പിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ച് വചനം ഏറ്റുപറഞ്ഞ് ശക്തി സ്വീകരിക്കുന്ന ഇവരെല്ലാം പറയുന്ന ഒരു കാര്യം, ഞങ്ങളുടെ മുമ്പോട്ടുള്ള ജീവിതത്തിൽ ചിലപ്പോൾ ചില കല്ലറകളുണ്ടാകാം, എന്നാലും ഏത് കല്ലറ വന്നാലും ഞങ്ങളുടെ കർത്താവ് പറഞ്ഞ വചനവും ഞങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ ആർക്കും ഞങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവർ, അതൊരു വലിയ സത്യമാണ്. ഈ സത്യം നമ്മൾ ഗ്രഹിക്കണം. ഒരിക്കലും നിരാശപ്പെട്ട് കഴിയാതെ, തളർന്ന് കഴിയാതെ, ഭക്ഷണം പോലും കഴിക്കാൻ സാധിക്കാതെ, മനസ്സിടിഞ്ഞ് ജീവിക്കാതെ പൂർണ്ണമായിട്ടും ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുക. കർത്താവിൻ്റെ സാന്നിധ്യം അറിയുക, കർത്താവിൻ്റെ കൈ പിടിക്കുക, വചനത്തിൻ്റെ അഭിഷേകത്തിലേക്ക്, പൂർണ്ണ നിറവിലേക്ക് നീ വിശ്വാസത്തോടെ കടന്നു വരിക. ചിന്തിക്കേണ്ട കാര്യം ഇതാണ്. കർത്താവിൻ്റെ വചനം പറയുന്നു, കർത്താവിൻ്റെ വചനത്തിന് വിലങ്ങ് വയ്ക്കപ്പെട്ടിട്ടില്ല. ഇത് വലിയൊരു സത്യമല്ലേ? കർത്താവിൻ്റെ വചനത്തിന് വിലങ്ങ് വയ്ക്കപ്പെട്ടിട്ടില്ല. ഇതാണ് കർത്താവിൻ്റെ ശക്തി. ഈ വചനത്തിനെ ആർക്കും തടുക്കാൻ പറ്റില്ല. ജീവിത സാഹചര്യങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങളിൽ വിലങ്ങ് വയ്ക്കാത്ത ആ ഒരു വചനത്തെ നീ ഏറ്റുപിടിക്കണം. കൈകൾക്ക് വിലങ്ങ് വെച്ചാലും വിലങ്ങ് വയ്ക്കാത്ത വചനം നമ്മൾ ഏറ്റുപറയുമ്പോൾ കൈകളിലെ വിലങ്ങുകൾ അഴിഞ്ഞു വീഴും. മക്കളുടെ ജീവിതത്തിൽ ചില ബന്ധനങ്ങളുണ്ടെന്ന് നീ ചിന്തിക്കുന്നുവെങ്കിൽ വിലങ്ങ് വയ്ക്കാത്ത കർത്താവിൻ്റെ വചനം എടുത്തു വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ മക്കളുടെ കൈകളിലെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴും. എന്തു ചെയ്യും? എനിക്ക് എന്ത് പറ്റി? എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയി, എനിക്കിനി കർത്താവിൽ പോലും വിശ്വാസം കുറയുന്നു എന്ന് പറയുമ്പോൾ അതേ സാഹചര്യത്തിൽ കർത്താവിനെ കണ്ടുകൊണ്ട് വിലങ്ങ് വയ്ക്കാത്ത വചനം നീ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഇതാ കർത്താവ് പല മേഖലകളിലേക്കും വിടുതൽ നൽകി നിൻ്റെയും നിൻ്റെ വ്യക്തി ജീവിതത്തിൽ നിൻ്റെ കുടുംബത്തെ, നീയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കും എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കണം. കർത്താവിന് വചനം പറയുന്നല്ലോ, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. വചനം മാംസമായി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയിൽ വസിച്ചു. ദൈവം വസിച്ചു. ഇന്നും ആ വചനം നിലനിൽക്കുന്നു. ഒരു വചനം നീ ഏറ്റു പറയുമ്പോൾ ജീവിതത്തിൽ യേശുവിനെ കണ്ടുകൊണ്ട് ഇതാ മുമ്പിൽ ഈശോ നിൽക്കുന്നു, തൊട്ടടുത്ത് ഈശോ നിൽക്കുന്നു, ബാക്കിയുള്ള ആളുകൾ നിന്നോട്ടെ, നിൽക്കാണ്ടിരുന്നോട്ടെ, എൻ്റെ കർത്താവ് ഇവിടെയുണ്ട്. വചനം മാംസമാവും. അവിടെ ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ യേശു അവിടെ നിനക്ക് കാണാൻ സാധിക്കും. ആ വചനം പറയുമ്പോൾ പുതിയ ശക്തി അവിടേക്ക് പ്രവഹിക്കും. ആ വചനം പറയുമ്പോൾ പല അസ്വസ്ഥതകളും വിട്ടുമാറും. കർത്താവിൻ്റെ വചനം എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്, പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല. വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം അവിടെ നിറയുമ്പോൾ എല്ലാ അന്ധകാര സാന്നിധ്യങ്ങളും പുറത്തു പോകും. എല്ലാ അസ്വസ്ഥതകളും എന്നേക്കുമായിട്ട് വിട്ടുമാറും. പ്രാർത്ഥിച്ച്, വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച്, ഈശോയെ കണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലായിട്ട് മാറാൻ കർത്താവ് ഈ ദിവസം നിനക്ക് പ്രത്യേകം കൃപ തരട്ടെ. കർത്താവിൻ്റെ വചനം പറയുന്നല്ലോ, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. ഒരു അശുദ്ധിയുടെ ഒരു സാധ്യതയിലേക്ക്, മോശമായ ബന്ധങ്ങളുടെ സാധ്യതയിലേക്ക് യേശുവിനെ അവിടെ കൊണ്ടുപോയി നിർത്തുക. നിനക്ക് ചിന്തിക്കാൻ സാധിക്കും ചിലപ്പോൾ, ഈ ബന്ധം എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല, ഇതിൽ കുടുങ്ങിപ്പോയി. അങ്ങനല്ല. കർത്താവിൻ്റെ വചനം പറയുന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. തൊട്ട് മുമ്പിൽ ഈശോയെ കാണുക, ഈശോ പറഞ്ഞ വചനം അങ്ങോട്ട് പറയുക, ആ പ്രദേശം വിശുദ്ധീകരിക്കപ്പെടും. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ പല സ്ഥലങ്ങളിൽ, പല വചനം പറയുന്ന സ്ഥലങ്ങളിൽ ഇത്രയധികം അത്ഭുതങ്ങൾ, ഇത്രയധികം രോഗശാന്തികൾ ഉണ്ടാകുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒറ്റ കാര്യമുള്ളൂ, കർത്താവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വചനമേറ്റ് പറയുമ്പോൾ അത്ഭുതകരമായ രീതിയിൽ കർത്താവ് വചനത്തിന് സാക്ഷ്യം നൽകുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നാം കാണുന്നുണ്ടല്ലോ, അത്ഭുതങ്ങളും അടയാളങ്ങളും വഴി കർത്താവ് തൻ്റെ വചനത്തിന് സാക്ഷ്യം നൽകി. സഹോദര സഹോദരി, ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ നീ വചനമേറ്റ് പറയുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും വഴി കർത്താവ് അവിടെ വന്ന് ആ വചനത്തിന് സാക്ഷ്യം നൽകും. കർത്താവ് നീ പറയുന്ന വചനത്തെ ആ പ്രദേശത്തിന് അനുഗ്രഹമാക്കി മാറ്റും. നിന്നെ ഏറ്റെടുക്കും, നിന്നെ എടുത്തുയർത്തും. ദൈവചിന്ത നിൻ്റെ ഉള്ളിൽ നിറയട്ടെ. ഈ സമയത്ത് കല്ലറ കാണാത്ത ജീവിതങ്ങളില്ല, അസ്വസ്ഥതകളില്ലാത്ത ജീവിതങ്ങളില്ല. എല്ലാ കല്ലറകൾക്ക് മുമ്പിൽ വിജയശ്രീലാളിതനായി കർത്താവ് അവിടെയുണ്ട്. കല്ലറകളെ കീഴടക്കണം എന്നൊരു ബോധ്യം ആദ്യം വേണം. ജെറിക്കോയുടെ കോട്ടകളെ കീഴടക്കണം എന്നൊരു ബോധ്യം നമുക്ക് ആദ്യം വേണം. ഈ ബോധ്യം ദൈവം മുമ്പിൽ വന്നാൽ മാത്രമേ കിട്ടുകയുള്ളൂ. പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, കർത്താവിൻ്റെ വചനം പറയുന്നു, യോഹന്നാൻ 16:31, ഇതാ ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. നമ്മൾ പലരും പല രീതിയിൽ പല സ്വാധീനങ്ങളെ കീഴടക്കാൻ ശ്രമിക്കുമ്പോൾ, നമ്മുടെ ബുദ്ധി ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും പരാജയപ്പെട്ട് മടങ്ങാറുണ്ടല്ലോ. കർത്താവിനെ മുന്നിൽ നിർത്തി നീ ഒരു പ്രാവശ്യം പരിശ്രമിച്ചു കഴിയുമ്പോൾ ബുദ്ധിയെ അതിശയിപ്പിക്കുന്ന ദൈവകൃപ നിനക്ക് വെളിപ്പെട്ട് കിട്ടും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് മറുപടി നൽകും. നിൻ്റെ ബുദ്ധിക്ക് അതീതവും മഹത്വവും നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. ജെറമിയ 33:3 പറയുകയാണ്, എന്നെ വിളിക്കുക. വിളിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിനെ വിളിക്കുക, ജീവിത സാഹചര്യങ്ങളിൽ കർത്താവിനെ കൊണ്ടുവരിക.
എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? നിന്റെ ബുദ്ധിക്ക് അതീതവും മഹത്വമായ കാര്യങ്ങൾ കർത്താവ് വെളിപ്പെടുത്തണമെങ്കിൽ നീ ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് പൂർണ്ണ വിശ്വാസത്തോടെ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുക. എൻ്റെ ദൈവത്തിൽ എനിക്ക് വിശ്വാസമുണ്ടെന്നല്ല പറയേണ്ടത്, എൻ്റെ ദൈവത്തിൽ എനിക്ക് ആത്മവിശ്വാസമുണ്ടെന്ന് പറയണം. എൻ്റെ കർത്താവിൽ എനിക്ക് ആത്മവിശ്വാസമുണ്ടെന്ന് പറയണം. അവിടെയാണ് അതിൻ്റെ ശക്തി, അവിടെയാണ് കൃപ, അവിടെയാണ് നീ വിജയിക്കുന്നത്. കർത്താവിൻ്റെ വചനം പറയുന്നു, യോഹന്നാൻ 8:12, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവൻ്റെ പ്രകാശമുണ്ട്. കർത്താവ് മുൻപിലുണ്ടെങ്കിൽ അന്ധകാരമെന്ന് പറയുന്ന ആ ഒരു സാധ്യത എന്നേക്കുമായി മാറിപ്പോകും. കർത്താവ് പറഞ്ഞല്ലോ, എന്നെ അനുഗമിക്കുന്നവൻ, എന്നെ മുൻപിൽ കാണുന്നവൻ, അതാണ് സത്യം. എന്നെ അനുഗമിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ എന്നെ ജീവിതത്തിൽ തൊട്ട് മുമ്പിൽ കാണുന്നവൻ, അവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. അങ്ങനെ ഒരു സാധ്യതയില്ല. കർത്താവിനെ കൺമുമ്പിൽ കാണുന്നവന് അന്ധകാരം എന്നതൊരു സാധ്യതയല്ല. കാരണം കർത്താവ് ലോകത്തിൻ്റെ വെളിച്ചമാണ്, കർത്താവ് ജീവിതത്തിൻ്റെ പ്രകാശമാണ്. ചില ബന്ധങ്ങളൊക്കെ തകർന്ന ശേഷം ആത്മഹത്യക്ക് ശ്രമിക്കുന്ന ചില വ്യക്തികൾ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ആ വ്യക്തി എൻ്റെ ജീവിതത്തെ തകർത്ത് കളഞ്ഞു, ആ വ്യക്തി എന്നെ ചതിച്ചു, ആ വ്യക്തിയുടെ 2 മുഖങ്ങൾ ഞാൻ കണ്ടു. പ്രിയപ്പെട്ടവരെ, ഒരു ചോദ്യം ഇതാണ്, ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും നീ കണ്ടുകൊണ്ടിരിക്കുന്ന അതേ വ്യക്തിയുടെ മുഖമല്ലേ? ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും നീ അസ്വസ്ഥപ്പെട്ട് ചിന്തിക്കുന്നത് ആ വ്യക്തിയുടെ ഹൃദയത്തെക്കുറിച്ചല്ലേ? കർത്താവ് എന്താ പറയണത്? എന്നെ അനുഗമിക്കുന്നവൻ, എന്നെ തൊട്ടു മുമ്പിൽ കാണുന്നവൻ, അവൻ അന്ധകാരത്തിൽ നടക്കുകയില്ലെന്നാണ്. നിന്റെ ജീവിതത്തെ തകർക്കാൻ ഒരു വ്യക്തിക്കും സാധിക്കുകയില്ല. ചില തെറ്റായ ധാരണകൾ, ചില മറ്റുള്ളവരുടെ ചില കുപ്രചരണങ്ങൾ, ഇതെല്ലാം കേട്ടിട്ട് ഒരു തകർച്ചയിലേക്ക് കൂക്കുപൂത്തി വീഴാതെ നിന്റെ മുമ്പിലുള്ള കർത്താവിനെ നീ കാണുക. കർത്താവിൻ്റെ മുമ്പിൽ കാണുമ്പോൾ എല്ലാ കല്ലറുകളും മാറിപ്പോവും. പഴയ നിയമത്തിലെ ജോസഫ് ഒരു കിണറിൻ്റെ അടിയിലേക്ക് എത്തിപ്പെട്ടു. കല്ലറയേക്കാൾ ആഴമുള്ള കിണർ, അതിൻ്റെ അടിയിൽ നിന്നും അവൻ കണ്ടത് തൻ്റെ ദൈവത്തെയാണ്. ദൈവത്തെ കണ്ടപ്പോൾ അവൻ എത്തിപ്പെട്ടത് അഭിഷേകം നിറഞ്ഞ വലിയൊരു പദവിയിലേക്ക്. നോക്കുക, ചിന്തിക്കുക, പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഏത് താഴ്ചയിലും ദൈവമുണ്ട്, ഏതവസ്ഥയിലും ദൈവമുണ്ട്. കർത്താവ് പറഞ്ഞു, എന്നെ അനുഗമിക്കുന്നവൻ, എന്നെ തൊട്ട് മുമ്പിൽ കാണുന്നവൻ. നിന്റെ കുടുംബത്തിൻ്റെ ഗേറ്റിൽ നീ രാവിലെ എഴുന്നേറ്റ് പുറത്തേക്ക് പോകുമ്പോൾ ആ കർത്താവ് നിന്റെ കൂടെ നടക്കാൻ കാത്തിരിക്കുന്നു. നീ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഇതാ കർത്താവ് നിൻ്റെ കൂടെ വീട്ടിലേക്ക് വരുന്നു. എപ്പോഴും കർത്താവിൻ്റെ സാന്നിധ്യം വിടാതെ നിൻ്റെ കൂടെയുണ്ട്. ട്രെയിനിലായാലും ബസ്സിലായാലും കൂട്ടുകാരോട് സംസാരിക്കുമ്പോഴായാലും എവിടെയും ഈ സാന്നിധ്യം നമ്മൾ അറിയുക. ഈ സാന്നിധ്യത്തെ അറിഞ്ഞ് ഇടയ്ക്കൊക്കെ വചനം ഏറ്റെടുത്ത് വെച്ച് പ്രാർത്ഥിക്കുക. അഭിഷേകവും കൃപയും ജീവിതത്തിൽ എന്നും നിലനിൽക്കും. കർത്താവിൻ്റെ വചനം പറയുന്നു, എസക്കിയേൽ 37:6, നിങ്ങൾ ജീവൻ പ്രാപിക്കും, ഞാനാണ് കർത്താവെന്ന് നിങ്ങൾ അറിയും. നിങ്ങൾ ജീവൻ പ്രാപിക്കും. എന്താണ് കാരണം? കർത്താവ് പറഞ്ഞു, ഞാനാണ് ജീവനും പുനരുത്ഥാനവും. പുനരുത്ഥാനം ചെയ്ത് ജീവൻ തരാൻ തൊട്ടു മുമ്പിൽ കർത്താവുണ്ട്. അസ്വസ്ഥതകളെ, അന്ധകാരത്തെ, നിരാശകളെ തൊട്ടു മുമ്പിലുള്ള കർത്താവിനെ സമർപ്പിക്കുക. വചനം ഏറ്റെടുത്ത് പറയുക, ഞാനാകുന്നു പുനരുത്ഥാനവും ജീവനുമെന്ന് എൻ്റെ യേശു പറഞ്ഞു, അതിൽ എനിക്ക് ആത്മവിശ്വാസമുണ്ട്. വചനങ്ങളേറ്റ് പറയുക, വചനം മാംസം ധരിക്കും. നിൻ്റെ ജീവിതത്തിൽ പുതിയ പ്രകാശം കിട്ടും, പുതിയ സാധ്യതകൾ തരും, പുതിയ അഭിഷേകം കിട്ടും. കുടുംബത്തിൽ നമ്മൾ അറിയാത്ത ഒരു കൃപയും ഒരു സന്തോഷവും ഒരു ശാന്തിയും എപ്പോഴും നിൽക്കും. കർത്താവിൻ്റെ വചനം ഒന്നുകൂടെ ഓർക്കുക, എസക്കിയേൽ 48:17, നിന്റെ വിമോചകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിനക്ക് നന്മയായിട്ടുള്ളത് പഠിപ്പിക്കുകയും നീ പോകേണ്ട വഴിയിലൂടെ നിന്നെ നയിക്കുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. മുമ്പിൽ കർത്താവുണ്ട്. പ്രിയപ്പെട്ടവരെ, ആരുപേക്ഷിച്ചാലും ആര് തള്ളിപ്പറഞ്ഞാലും, എല്ലാ വാതിലുകൾ അടഞ്ഞാലും, വലിയ കോട്ടകൾ മുമ്പിൽ വന്ന് നിന്നാലും, കല്ലറകൾ നിന്നാലും മുമ്പിൽ കർത്താവുണ്ട്. എന്താണ് കർത്താവ് പറഞ്ഞത്? നീ പോകേണ്ട വഴിയിലൂടെ നിന്നെ നയിക്കുകയും നിനക്ക് നന്മയായിട്ടുള്ളത് പഠിപ്പിക്കുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. പരിശുദ്ധനായ കർത്താവ് നമ്മുടെ മുമ്പിലുണ്ട്. വിശുദ്ധിയിലേക്ക് കടന്നു വരാം, കർത്താവിനെ തൊട്ടു മുമ്പിൽ കാണാം. കർത്താവ് പറഞ്ഞ വചനങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് ഏറ്റുപറയാം. ഇന്ന് തീരുമാനമെടുക്കുക, അസാധ്യതകളാൽ നെടുവീർപ്പെടേണ്ട വ്യക്തി അല്ല നീ. അസാധ്യതകൾ കൊണ്ട് കരഞ്ഞ് കണ്ണു കലങ്ങി ജീവിക്കേണ്ട കുടുംബമല്ല നിൻ്റേത്. നിൻ്റെ കുടുംബത്തിൽ തൊട്ടു മുമ്പിൽ ദൈവത്തെ കാണുന്നു. വചനം തുടർച്ചയായിട്ട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ആ വചനം മാംസം ധരിക്കുന്നു. നിൻ്റെ കുടുംബത്തിൽ, നിൻ്റെ വ്യക്തിജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കാൻ പോകുന്നു. ദൈവം ഓരോ വ്യക്തിയെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.